ഹൈലൈറ്റ് എത്ര സാർ? നമസ്കാരം തിരുമേനി. നമസ്കാരം. രവീന്ദ്രൻ നായർ ഓർക്കുന്നുണ്ടോ? പലപ്പോഴും ഇല്ലത്ത് വന്നിട്ടുണ്ട്. ഓ സാർ, ഇദ്ദേഹം ശിവപുരം പട്ടേരി എന്ന് പറയും. ഓഹോ, നമസ്കാരം. നമസ്കാരം. പ്രഗത്ഭനായ ജ്യോത്സ്യനാണ്. ഇത് ശങ്കരൻ. ഇദ്ദേഹത്തെ അയ്യോ, നന്നായിട്ട് അറിയും. രാജാവിനെ അറിയാത്ത പ്രജകൾ ഉണ്ടാകുമോ? അയ്യോ, എന്നെ രാജാവൊന്നും ആക്കരുത്. ഞാനൊരു എളിയ ജനപ്രവർത്തകൻ, അത്രേ ഉള്ളൂ. ഈ വിനയമാണ് താങ്കളുടെ ഭൂഷണം. യു ഡിസേർവ് അനദർ കോംപ്ലിമെന്റ് ഓൾസോ. ബ്യൂറോക്രാറ്റുകളുടെ ചട്ടുകമാകാതെ നാട് ഭരിക്കുന്ന ഒരു ആൺകുഞ്ഞിനെ കണ്ടിട്ട് കാലം കുറയായി. താങ്കൾക്ക് അതിന് കഴിഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഭഗവാനെ, ഒരു മുഖ്യമന്ത്രിയെ തൊട്ടടുത്ത് കാണാനും തൊട്ട് സംസാരിക്കാനും ഒക്കെ കഴിയാന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണേ. അതിന് നമ്മൾ തമ്മിൽ അത്രയ്ക്ക് അകൽച്ചയൊന്നും ഇല്ലല്ലോ ശങ്കര. തിരുമേനി, മാധവ് സാറ് ബൈ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ പോവാണ്. ഓ, വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരില്ലേ? ഈ നാട് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെടും എന്ന് പറയാനാണ് ആഗ്രഹം. പക്ഷെ ചോദ്യം ചോദിച്ച സമയത്ത് തടസ്സമാണല്ലോ കണ്ടത്. ഞാൻ ജയിക്കില്ലെന്നാണോ തിരുമേനി പറയുന്നത്? ജയിക്കണമെങ്കിൽ ഇലക്ഷൻ നടക്കണ്ടേ? നടക്കാതിരിക്കാൻ കാരണം നിമിത്തം മോശമാണല്ലോ. കണ്ട സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഇലക്ഷൻ നടക്കാതെ 6 മാസം തികച്ച് ഈ ജോലി അവസാനിപ്പിക്കേണ്ടി വന്നാലും വിരോധമില്ല. മന്ത്രിയാകാതെയും ജനങ്ങളെ സേവിക്കാമല്ലോ. മാധവൻ പങ്കെടുക്കുന്ന അവസാനത്തെ ഇലക്ഷൻ മീറ്റിംഗ് ആണിത്. ലുക്ക്, ഇതാണ് സമ്മേളനം നടക്കുന്ന ആ മൈതാനം. ഇതാണ് CM പ്രസംഗിക്കുന്ന സ്റ്റേജ്. ഇതിന്റെ താഴെയാണ് എക്സ്പ്ലോസീവ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഇതായിരിക്കും പ്രസിഡന്റ് എൻക്ലോഷർ. ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് നിൽക്കുക. Now listen carefully. ഈ വഴിയിലൂടെ നിങ്ങൾക്ക് ഇവിടെ എത്താം. This is the transformer. സമ്മേളന സ്ഥലത്തേക്കുള്ള പവർ സപ്ലൈ നിയന്ത്രിക്കുന്ന ഫ്യൂസ് കാരിയർ ഇവിടെയാണുള്ളത്. കൃത്യം 8 മണിക്ക് പവർ സപ്ലൈ കട്ട് ഓഫ് ആവും. After explosion, you will wait for me here with a car. Okay. Right? And this will be our last attempt. 1, 2, 3, 4, 5, 6. കൃത്യം 6th ക്ലിക്കിൽ the bomb will explode. I see. Okay. റിമോട്ട് എവിടെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്? This time with the camera flash. That's good. ജോൺ, കം വിത്ത് മീ. ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഒരു അനോണിമസ് കോൾ വന്നു. ആൻ അൺഫോർച്ചുനേറ്റ് കോൾ ആൻഡ് ഇറ്റ് വാസ് എ ത്രെറ്റ്. മുഖ്യമന്ത്രി മാധവൻ ഇന്ന് വധിക്കപ്പെടും, അതായിരുന്നു മെസ്സേജ്. ഇതുപോലൊരു മെസ്സേജ് മുമ്പും വന്നിട്ടുണ്ടല്ലോ. ആരുടെയെങ്കിലും ഭ്രാന്തം തോന്നലായിരിക്കും സാർ. അങ്ങനെ ആവണേന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നടുക്കം. വി ഹാവ് ടു ബി കോഷ്യസ് ജോൺ. സാർ, കുറെ കൂടി ഫോഴ്സിനെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് മാത്രം പോരാ, തൻ്റെ കണ്ണും ചെവിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായാൽ തന്നെ എനിക്ക് പകുതി സമാധാനമായി. താൻ മാധവന്റെ ഒപ്പം ഉണ്ടാവണം, കയ്യെത്തും ദൂരത്തിനും ഉണ്ടാവണം. ഓക്കെ സാർ? യെസ്, യു ക്യാൻ ഗോ. സാർ,
മീറ്റിംഗിൽ പല ഫോട്ടോഗ്രാഫേഴ്സും കാണും. മറ്റാരുടെയെങ്കിലും ഫ്ലാഷ് ക്ലിക്ക് ആയാലും ബോംബ് എക്സ്പ്ലോഡ് ചെയ്യില്ലേ? ഡോണ്ട് വറി. ഇത് സാധാരണ ഫ്ലാഷ് അല്ല. ഇതിന്റെ ലൈറ്റിന് വ്യത്യാസമുണ്ട്. ഓ, ജസ്റ്റ് വാച്ച് ദിസ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഇത് ഡോക്ടർ ഷെനായ്, ചീഫ് സയന്റിസ്റ്റ് ഫോറൻസിക് ലാബ്. ഇത് SP മീന നമ്പ്യാർ, ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. Hello. You please carry on your work. Thank you. ഒരാളെ ഈ പോയിന്റിനപ്പുറം കടത്തിവിടരുത്. ഇല്ല സർ. അതുപോലെ അവരും മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. പ്രത്യേകിച്ച് പത്രക്കാരോട്. Anything and everything will pass only through me. It's an order, okay? എന്താണ്ടോ ബാഗില് ബോംബിന്റെ ബാക്കിയാ? What? Give it to me. അതൊരു ക്യാമറയാണ് മാഡം. ചവർന്നിടന്ന് കിട്ടിയതാ. ബഹളത്തിനിടയ്ക്ക് ആരുടെയോ കയ്യിൽ നിന്ന് വീണുപോയതായിരിക്കും. സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് സർ. You keep it. താൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഈ ദുരന്തത്തെക്കുറിച്ച് എൻ്റെ മനസ്സിട്ടോന്ന് ചില കാര്യങ്ങൾ പറയാം. അത് ശരിയോ തെറ്റോ ആവാം. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശത്രുക്കളിൽ ഒരു കൊലയാളിയെയും അയാളുടെ സഹായിയായി പ്രബലനായ മറ്റൊരു വ്യക്തിയെയും കാണുന്നുണ്ട്. ശത്രുക്കൾക്ക് ഈ കർമ്മം കൊണ്ട് എന്താ ലാഭം? ആ ലാഭം തന്നെ ആയിരിക്കണമല്ലോ അവരുടെ ലക്ഷ്യവും. ആ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വല്ലാത്ത നിഗൂഢത കാണുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നതോ കാണുന്നതോ അല്ല ശത്രുക്കളുടെ ലക്ഷ്യം. ഇനി നിവൃത്തി കുറ്റം തെളിയിക്കപ്പെടുമോന്നറിയാനാണ് എല്ലാവർക്കും ആഗ്രഹം, അല്ലേ?
അന്വേഷണത്തിനിടയ്ക്ക് പല ദുർഘടങ്ങളും വന്നേക്കാം. അതിന്റെ ഗതി തന്നെ മാറിയെന്നും വരാം. ഇതൊക്കെയാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥാനം അനുകൂലാവസ്ഥയിലായതുകൊണ്ട് നേരിയ പ്രകാശം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിവർത്തികാരകന്റെ സ്ഥാനവും. നിവർത്തി തരേണ്ട ഗ്രഹത്തിന്റെ ദർശനം വടക്കോട്ട. വടക്കോട്ടെന്ന് പറയുമ്പോൾ അന്വേഷണത്തിന് അവസാനം ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും ഈശ്വര, ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ ഒരു ദുശകനം? അരുതാത്തത് എന്തെങ്കിലും എന്റെ